റോസ്മേരി കുറച്ച് ഗ്ലാസ് വെള്ളം കിടത്തി. സത്യസന്ധമായിട്ട് തുറന്നു പറയുക. എല്ലാരും ഉണ്ടല്ലോ. റെഡി. പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സമയം തരണം. അല്ല, എല്ലാവരും ഇവിടെ വന്നിരിക്കാണ്. അവിടെ കൂടായിരുന്നല്ലോ. എന്തിന്? അങ്ങേർക്കൊരു കമ്പനി ആവുമല്ലോ, അവരോട് ഇരിക്കട്ടെ. വാ ഡാ, കുറച്ചാ പാവത്തിനും കൂടി കൊടുത്തേക്കണേ. വാ. എല്ലാവരും അധികം നേരം നിൽക്കാതെ അങ്ങോട്ട് വരണേ. വാ. അന്നേ ദിവസം കൊണ്ട് അവസാനിച്ചു. ചതിയന വണ്ടി വണ്ടി അങ്ങനെ പോയല്ലോ. നിങ്ങളുടെ കാൽ നിൽക്കാൻ പറ്റേ, നിങ്ങളുടെ നിൽക്കാൻ പറ്റോ. എന്താണ്
മോനെ, ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും നീ അവരെ കണ്ടിട്ടുണ്ടോ? നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? എന്റെ ആങ്ങളുടെ മോൻ ഒരു കോൺസ്റ്റബിളാ. നാളെ രാവിലെ ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം. എന്നാലും ഇതിപ്പോ ആരായിരിക്കും? മായൻ. ആരാ? അതവനാണ് മായൻ. നമുക്കേ പോലീസ് പരാതിപ്പെട്ടാലോ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും ആ പണം ആരുടെ കയ്യിലാണെന്ന് ഒരു പിടിയുമില്ലല്ലോ. വിക്രമൻ പറത്തി സർ. അവൻ വിചാരിച്ച ചിലപ്പോൾ മായന്റെ അടുത്ത് എത്താൻ പറ്റും. ആരാ? ഗുണ്ടേ. പേടിക്കണ്ട, എന്റെ കൂട്ടുകാരനെ. അവനെവിടെയുണ്ട്? കുറച്ച് ദൂരെ. എവിടെയാണെങ്കിലും ഞാൻ പോയി കാണാം. അവനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ മായനോട് നേരിട്ട് സംസാരിച്ചോളാം. ഇജുമാ വിവരക്കേട് പറയല്ലോ. ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കണമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോഴാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതമായി അയാൾ വന്നത്. ഇനി അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ പ്രായത്തിൽ മരിക്കാനും എനിക്ക് ഭയമില്ല. കുട്ടേട്ടൻ ജീവനോടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ തിരിച്ചുകൊണ്ടുവരും. അയാൾക്ക് കാശാണ് വേണ്ടതെങ്കിൽ ഇതെല്ലാം വിറ്റുപെറുക്കി ഞാൻ കൊടുക്കും. നീ തനിച്ചു പോണ്ട, ഞാനും വരാം. നിങ്ങളൊക്കെ പോയാൽ ഞാൻ എന്തിനോട് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഞാനും വരും. അയ്യോ അയ്യോ, നിങ്ങൾക്കൊക്കെ വട്ടായോ? തീർത്ഥാടനത്തിന് പോണ കാര്യമല്ലേ പറഞ്ഞേ? നിർത്തടാ, ഞാനുണ്ട്. കുറച്ച് ദിവസം സീരിയൽ ബേബി നോക്കാൻ നമുക്ക് ആ മേരി ഇവിടെ നിർത്താം. ഒന്നും പറ്റിയില്ലെങ്കിലും ചാവുന്നതിന് മുമ്പ് ആ മായം തണ്ടിയെ പണിഞ്ഞിട്ടെന്നെ ബാക്കി കാര്യം. നീയും വരണം. ഞാനോ? ആ, നീ വരും. എന്തിന്? ആ കുട്ടേട്ടനെ കൊണ്ട് കാലം പണിട്ടുള്ളത് നീയാ. അതുകൊണ്ട് നീയും വരണം. അയ്യോ, നീ പേടിക്കണ്ടടാ. നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിക്കും.